സൊല്യൂഷൻസ് നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എടാ മക്കളെ, നമ്മൾ പലപ്പോഴും റെയിൻ ബസേരം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും നമ്മൾ വിട്ടുപോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അത് കാണുന്ന സമയത്ത് നമ്മൾ പതറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? നോക്കടാ, ചരിത്രപര ടിപ്പണി, അതായത് ക്യാരക്ടർ സ്കെച്ച് ആണ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ സ്വതവേ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് അധികം നമ്മൾ പഠിച്ചു വെക്കാറുള്ളത്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ് ഏതാ? പാഗൽ ആദ്മി. ഇത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? വിട്ടുപോകാറുണ്ട് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. സോ 4 മാർക്ക് സെറ്റ് ആക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നോക്കിക്കാം മക്കളെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്റർ എഴുതിയ ആളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കോണ്ടന്റിലേക്ക് പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാഗലാഗ്നിയാണ്. 4 മാർക്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാ പിടിച്ചോടെ ആൻസർ. ആൻസർ എന്താണ്? ഫസ്റ്റ് മിസ് ഇതൊന്ന് വായിക്കാൻ ശേഷം ലൈൻ ബൈ ലൈൻ ആയിട്ട് മിസ് മീനിങ് പറയാട്ടോ. അപ്പൊ മിസ് മീനിങ് പറയുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അറിയാത്ത വേർഡ്സ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, അണ്ടർലൈൻ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ അല്ലേ. യെസ്, ഇത് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അറിയാത്ത വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കണം. പാഗൽ ആദ്മി കാ സ്വഭാവ് വിചിത്ര ഓർ അസ്ഥിർ ഹേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? പാഗൽ ആദ്മി കാ സ്വഭാവ് വിചിത്ര ഹേ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അസ്ഥിർ ഹേ എന്ന് കൊടുത്താൽ മതി. ഇനി രണ്ടും ഞങ്ങളെ കൊണ്ട് പറ്റും മിസ് എന്ന് തോന്നുന്നവരാണെങ്കിൽ രണ്ടും പഠിച്ചോ. ഓക്കെ, അപ്പൊ എന്താണ്? പാഗൽ ആദ്മിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പാഗൽ ആദ്മിയെ കുറിച്ചാണ്, അത് മറന്നു പോകരുത്. നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നും ചോട്ടുവിനെയും അതുപോലെ ലേഖകനെയും നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. സോ ഈ രണ്ട് പേരുടെയും ഇടയിലുള്ള ഒരാളാണ് നമ്മളെ പാഗൽ ആദ്മി, അത് വിട്ടു പോകരുത്. അപ്പൊ നോക്കടാ, എന്താ പറയണത്? പാഗൽ ആദ്മി കാ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? വിചിത്ര ഓർ അസ്ഥിർ ഹേ അല്ലെ. വിചിത്രവും അതുപോലെ എന്താ, അദ്ദേഹത്തിന് മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല അല്ലെ, മാനസിക രോഗമുള്ള ആളാണ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിചിത്ര എന്ന് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അസ്ഥിർ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കടാ. വ ലേഖക് ഓർ ചോട്ടു പർ ബിനാ കിസി കാരൻ ശക് കർത്താ ഹേ. ഈ ബിന എന്ന് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? അതായത് ഒരു കാര്യം ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിന യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഉസ്കി വഹ ലേഖക് ഓർ ചോട്ടു പർ അല്ലെ. അപ്പൊ ലേഖകനോടും ചോട്ടുവിനോടും എന്താണ്? ബിന കിസി കാരൻ, അതായത് ഒരു കാരണവും ഇല്ലാതെ. അപ്പൊ ഈ ബിന നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാര്യം ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിന യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എഴുതേണ്ടി വരുന്ന ഒരു വാക്കാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഒരു കാരണവും ഇല്ലാതെയാണ് എന്ത്? അടി കൂടിയത് അല്ലെ, കച്ചറ ഉണ്ടാക്കിയത്, ദേഷ്യപ്പെട്ടത്, ചീത്ത പറഞ്ഞത്. ഓക്കെ, സംസാരത്തിലും വ്യവഹാർ സെ പെരുമാറ്റത്തിലും എന്താണ്? പത്താ ചൽത്താ ഹേ കി, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? ഉസ്കാ മാനസിക അല്ലെ, അതായത് മെന്റൽ ഹെൽത്ത് എന്താണ്? സന്തുലൻ ടീക് നഹി ഹേ. എന്താണ് മാനസിക? അതായത് അയാളുടെ മെന്റൽ ഹെൽത്ത് എന്താ? ഓക്കെ അല്ല അല്ലെ, അതായത് സ്ഥിരതയുള്ള ഒരു മനുഷ്യനല്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ലേക്കിൻ ജബ് ഉസേ പത്താ ചൽത്താ ഹേ കി, അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു വിക്ഷിപ്ത അവസ്ഥ എന്ന് പറയുന്നില്ല, ആ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ടൈമിലോ എന്താണ്? ലേഖക ശിക്ഷക് ഹേ, നമ്മളെ ലേഖകൻ ഒരു ടീച്ചറാണെന്ന് അറിയ സമയത്ത് വ്യവഹാർ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം അച്ചാനക്, പെട്ടെന്ന്, സഡൻലി ബദൽ ജാത്താ ഹേ, എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നില്ല. അതായത് ഭയങ്കര ഭ്രാന്തമായിട്ട് നിൽക്കുന്ന അയാൾ എന്താണ്? പെട്ടെന്ന് ടീച്ചറാണെന്ന് കേൾക്കുന്ന സമയത്ത് ഭയങ്കര കാമായിട്ട് മാറി. ഓർ വഹ് ഉസ്നെ സമ്മാൻ പൂർവക് ബാത് കർനെ ലഗത്താ. അതിനുശേഷം എന്താണ്? അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ, ഒരു ഗിഫ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം സംസാരിച്ചു. इससे उसके अस्थिर then संदेहपूर्ण और विचित्र स्वभाव का स्पष्ट पता चलता है. ഇതിലൂടെ എന്താണ്? സ്ഥിരതയില്ലാത്ത, സംശയപൂർണ്ണമായിട്ടുള്ള, അതായത് അദ്ദേഹം ഓക്കെ അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസാനത്തെ സെന്റൻസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. അതും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ നോക്കുമ്പോൾ വാവ്, അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ, മിസ്സാക്കരുത്. 4 മാർക്ക് വെറുതെ കളയണ്ട. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഒക്കെ കിട്ടാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம்.